അല്ല 3 ചേട്ടന്മാരും കൂടി ഇരുന്ന് 3 പേര് ഇരുന്ന് വീഡിയോ പറയുന്ന കണ്ടല്ലോ എന്നെ പറ്റി നെഗറ്റീവ്. അതിൻ്റെ അടിയിൽ വരുന്ന കമന്റ് നീക്ക വായിച്ചിരുന്നു. എടാ നാണമില്ലടാ നിനക്ക്? ആ തൊപ്പി വെച്ച് എനിക്കൊന്ന് ഡാനിസത്തിനാന്ന് തോന്നുന്നു. മറ്റവന്മാരെ രണ്ടിനും എനിക്ക് അറിയത്തില്ല. അറിയാം എൻ്റെ നെഗറ്റീവ് അടിക്കുന്നത്. എടാ നീയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കടാ, ഞാൻ ഇനി എക്സ്ക്ലൂസീവ് കണ്ടന്റ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഇടും. നീയൊക്കെ ഇനി പ്രൊമോട്ട് ചെയ്യടാ, പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും. ദേ എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും, മനസ്സിലായോ? അത് എൻ്റെ ഇഷ്ടമാണ്. ഞാൻ കുറച്ച് മുന്നേ രേണുസുതിയുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് 2 ദിവസത്തിന് മുന്നേ ഞാൻ, ബിച്ചു, മനു ഞങ്ങൾ 3 പേരോട് ഒരുമിച്ചിരുന്ന് രേണുവിനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വളരെ മാന്യമായിട്ടുള്ള രീതിയിലായിരുന്നു രേണുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രേണു എന്നാൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ്. പ്രധാനമായിട്ട് എന്നെ പറ്റിയാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, പുള്ളിക്കാരത്തിക്ക് എൻ്റെ പേരറിയത്തില്ല. പുള്ളിക്കാരത്തി ഉദ്ദേശിച്ചിരിക്കുന്നത് ഞാൻ ഡാനി സത്യനാണ് എന്നാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു സ്ത്രീ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നതെന്ന്. ഞങ്ങളുടെയൊക്കെ പേര് ഇഷ്ടമുള്ളത് നിങ്ങൾ വിളിച്ചു, അതിനകത്ത് എനിക്ക് വലിയ വിരോധമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കുക, എന്നിട്ട് ബാക്കിയുള്ളവരെ വന്ന് തെറി വിളിക്കുക. നിങ്ങൾ ഇതും കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നെഗറ്റീവ് റീച്ച് ആയിരിക്കാം, പൈസ ആയിരിക്കാം, ഇതൊക്കെ ആയിരിക്കാം. പക്ഷെ ഇത് ഒരു കൂട്ടം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് മെയിനായിട്ട് ഞങ്ങളെല്ലാവരും ഈ ഒരു വിഷയം എടുത്ത് വെച്ച് പ്രതികരിക്കാൻ കാരണം. കുറേ പേര് വന്നിരുന്ന് നെഗറ്റീവായിട്ട് കമൻറ്റ് ഇടുന്നുണ്ട്. അതായത് ഇവരെ ഇപ്പോഴും അന്ധതയായിട്ട് എന്താ പറയണ്ടേ, ഇവരെ ആരാധിച്ചുകൊണ്ട് കിടക്കുന്ന കുറേ വായി നോക്കികളുണ്ട്. ഫേസ്ബുക്കിലൊക്കെ കുറേ എണ്ണം വന്നിരുന്ന് തെറി വിളിക്കുന്നു, കുറേ എണ്ണം അതെടുത്തിട്ട് റീഷെയർ ചെയ്യുന്നു. എടാ നിനക്കൊക്കെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് വന്ന് സംസാരിക്കും. അല്ലാതെ ഒന്ന് പറയണ്ട, ഒരു മുഖവും ഇല്ല, ഒന്നുമില്ലാതെ വന്നിരുന്നിട്ട് സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി പോലും ഇല്ലാതെ കുറേ ഫേസ്ബുക്കിലൊക്കെ എടുത്ത് വെച്ചിട്ട് ഓരോന്ന് പറഞ്ഞിരുന്ന് അങ്ങ് പോസ്റ്റ് ചെയ്യും. ആദ്യം നീയൊക്കെ ഈ പറയുന്ന രേണുവിനെ നന്നാക്കുക, എന്നിട്ട് ബാക്കിയുള്ളവരെ നന്നാക്കാൻ പാ. എന്തായാലും രേണു പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. അല്ല 3 ചേട്ടന്മാരും കൂടി ഇരുന്ന് 3 പേര് ഇരുന്ന് വീഡിയോ പറയുന്ന കണ്ടല്ലോ എന്നെ പറ്റി നെഗറ്റീവ്. അതിൻ്റെ അടിയിൽ വരുന്ന കമന്റ് നീക്ക വായിച്ചിരുന്നു. ഈ കമന്റിനെ പറ്റി പറയുമ്പോഴേ രേണുവിൻ്റെ കമന്റ് എടുത്ത് നോക്ക്. നിങ്ങൾക്ക് ഉളുപ്പെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ? പിന്നെ അത് കേട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുക. പൂരത്തെറിയാണ് വന്നിരുന്ന ആൾക്കാർ വിളിക്കുന്നത്. ഞങ്ങളെയൊക്കെ പറ്റിയിട്ട് കൂടിപ്പോയി കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ പറയായിരിക്കും. പക്ഷേ രേണുവിനെ പറ്റിയിട്ട് പറയാൻ തുടങ്ങി കഴിഞ്ഞുണ്ടല്ലോ, കേരളത്തിൽ 90% ആൾക്കാർ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കത്തുള്ളൂ. സോ അതുകൊണ്ട് സ്വന്തമായിട്ട് നന്നാവും, എന്നിട്ട് ബാക്കിയുള്ളവരെ നന്നാക്കും. എടാ നാണമില്ലടാ നിനക്ക്? ആ തൊപ്പി വെച്ച് എനിക്കൊന്ന് ഡാനിസത്തിനാന്ന് തോന്നുന്നു. മറ്റവന്മാരെ രണ്ടിനും എനിക്ക് അറിയത്തില്ല. അറിയാം എൻ്റെ നെഗറ്റീവ് അടിക്കുന്നത്. എടാ നീയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കടാ, ഞാൻ ഇനി എക്സ്ക്ലൂസീവ് കണ്ടന്റ് എൻ്റെ ഇടണം, തീർച്ചയായിട്ടും ഇടണം. ഇട്ടില്ലെങ്കിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾ ഇത്ര കൂടി ധൈര്യത്തോടെ പറയുന്നുണ്ടല്ലോ ഞാൻ ഇനിയും ഇട്ടുവിടാം, ഞാൻ ഇനിയും കാണിക്കുമെന്ന്. പിന്നെ എന്താ ഉണ്ടാക്കാനാണ് നിങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നത്? അത്യാവശ്യം വിവാദമാവുമെന്ന് തോന്നുന്ന സാധനങ്ങൾ നൈസായിട്ട് അതിൽ നിന്ന് അങ്ങ് മുക്കുവാണ്. തൊപ്പി വെച്ചത് ഡാനി സത്യനാണെന്ന് തോന്നുന്നുണ്ടെന്ന്. അയ്യാ, എന്തായാലും ഡാനി സത്യൻ്റെ അതുലിൻ്റെ ഫേസ് മാത്രമേ ഓർമ്മയുള്ളൂ, ബാക്കിയുള്ള ആരെ പറ്റിയിട്ട് ഓർമ്മയില്ല. കാര്യം ഏറ്റവും കൂടുതൽ അവരുടെ കയ്യിൽ ഇരുന്നാണ് കിട്ടിയിട്ടുള്ളത്. കേസ് കൊടുക്കാനായിട്ടൊക്കെ പോയത്, എന്നിട്ട് ഒന്നും നടന്നിട്ടും ഇല്ലായിരുന്നു. എന്തായാലും ധൈര്യമായിട്ട് എക്സ്ക്ലൂസീവ് വിട്ടു, അതിനകത്ത് ഒരു പ്രശ്നവുമില്ല. ഞങ്ങളെ തോപ്പിക്കാനായിട്ടാണോ നിങ്ങൾ എക്സ്ക്ലൂസീവ് ഇറക്കുന്നത്? അത് അതിനെക്കാട്ടിയും വലിയ കോമഡി. ഇത് കണ്ട് ആസ്വദിക്കുന്ന ബേബി കുറേ ആൾക്കാർ കാണുമായിരിക്കും, രേണുവിൻ്റെ ആരാധകരായിട്ടുള്ള. അവരൊക്കെ എന്തുകൊണ്ട് ആരാധിക്കുന്നതെന്നറിയോ? അവർക്കൊന്നും ഇങ്ങനൊന്നും ലൈഫിൽ ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഫ്രസ്ട്രേഷനാണ്. അല്ലാതെ സാമാന്യ മര്യാദയുള്ള ആരെങ്കിലും ഈ പറയുന്ന സ്ത്രീയെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നില്ല. സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഇടും. നീയൊക്കെ ഇനി പ്രൊമോട്ട് ചെയ്യടാ, പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കും. ദേ എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും, മനസ്സിലായോ? അത് എൻ്റെ ഇഷ്ടമാണ്. നീയൊക്കെ ഇല്ലേ, നിന്നെയൊക്കെ ഞാൻ വെല്ലുവിളിക്കുക. നീയൊക്കെ ഇനി ഇട്ടുകൊണ്ടിരിക്കടാ, ഞാൻ ഇനി എൻ്റെ എക്സ്ക്ലൂസീവ് കണ്ടന്റ്സ് ഇട്ടുകൊണ്ടിരിക്കും. നീയൊക്കെ നിൻ്റെ കാര്യം നോക്കും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, എന്നെക്കൊണ്ട് നിനക്കൊക്കെ എന്തായാലും കഴിക്കുന്നുണ്ടല്ലോ, അപ്പം നീയൊക്കെ ഇട്ടോണ്ട് 3 പേരും കൂടെ കാറിലിരുന്ന് എനിക്കെതിരെ പറയുന്നത്. നീയൊക്കെ ഇരുന്നോണ്ട് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞോണ്ടെങ്കിൽ ഞാനങ്ങ് നിർത്തുമെന്നാണ് വിചാരം. നിർത്തത്തില്ലടാ, ഞാൻ നിർത്തത്തില്ല. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്തു കൊടുക്കും. നീയൊക്കെ ഇല്ലേ, നിനക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ വേറെ വല്ല പെണ്ണുങ്ങളെ ഇങ്ങനെ പറയാൻ നോക്കൂ, നിൻ്റെയൊക്കെ മോന്തക്കുറ്റി അടിച്ച് പൊട്ടിക്കും. എന്നോടായതുകൊണ്ട് നിനക്കൊക്കെ എന്ത് നീ എക്സ്ക്ലൂസീവ് വീഡിയോ ഇടാതിരിക്കുകയോ എന്തോ ചെയ്യും. നാണവും മാനവും എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അത് നിനക്കില്ലെന്ന് വെച്ചിട്ട് ഞങ്ങളെന്താ വേണം? ഞങ്ങൾ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്ന്? നിങ്ങൾ തീർച്ചയായിട്ടും ഇടണം. കാര്യം നിങ്ങളുടെ ഒരു റിയൽ ക്യാരക്ടർ എന്താണെന്ന് സമൂഹം മനസ്സിലാക്കണം. ഇത്രയേ നമ്മളെല്ലാവരും മീൻ ചെയ്തിട്ടുള്ളൂ. ഇവിടെ രേണു തന്നെ ബിൽഡ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഇമേജ് ഉണ്ട് ജനങ്ങളുടെയൊക്കെ മുന്നിൽ. വിധവയായ സ്ത്രീ മക്കളെ നോക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. ആ ഒരു ഇമേജിൽ നിന്നാണ് രേണു ഇപ്പം എന്താണ്ട് ഈ ഒരു അവസ്ഥയിൽ വരെ വന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിനെയൊക്കെ പറ്റിയിട്ടാണ് ഞങ്ങളെല്ലാവരും വിമർശിക്കുന്നത്. എന്തായാലും കൊള്ളാം, ഞങ്ങളെ വെല്ലുവിളിച്ചിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. ഞങ്ങൾ ഇനിയിടും, ഇതിനകത്ത് യാതൊരു സംശയമില്ല. തോന്നിവാസം കാണിച്ചാൽ തോന്നിവാസം എന്ന് തന്നെ പറയും. നല്ലത് എന്തായാലും കാണിച്ചു നോക്ക്, അതും ഞങ്ങളെടുത്ത് വെച്ച് സംസാരിക്കും. നിങ്ങൾ ചെയ്യാൻ നല്ലതാണെന്നേ പറയത്തുള്ളൂ. അല്ല അപാര തൊലിക്കെട്ടി തന്നെ ഇവർക്ക്. എന്തായാലും രേണുവിനെ സപ്പോർട്ട് ചെയ്ത് വേറൊരാളും കൂടെ വന്നിട്ടുണ്ട്, ഒരു പറയുന്ന കൂടെ കേൾക്കാം. അപ്പം ഞാനിപ്പോൾ വന്നത് നമ്മുടെ രേണു സുധി പുള്ളിക്കാരിയെ കുറിച്ചൊരു
കാര്യം ചോദിക്കാൻ. ഒരുപാട് പേര് അവരെ വിമർശിക്കുന്നുണ്ട്, കുറ്റപ്പെടുത്തുന്നുണ്ട്, ഒരു മോശം സ്ത്രീയായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. സോ അതാണോ ശരി, അതോ ഞാൻ ചിന്തിക്കുന്നതാണോ ശരി? അപ്പോൾ ഒന്ന് കമന്റ് ചെയ്തിടണം. സത്യം പറഞ്ഞാൽ നിങ്ങൾ എൻ്റെയൊക്കെ റിയാക്ഷൻ ഒന്നും അല്ല കാണേണ്ടത്. ഒരുപാട് സ്ത്രീകൾ ഇവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അവരൊക്കെ പറയുന്ന പറച്ചിലാണ് മക്കളെ നിങ്ങൾ കേൾക്കേണ്ടത്. അതിന് രേണുവിനൊന്നും പറയാനില്ലേ? ഓരോ ആൾക്കാരുടെയൊക്കെ റിയാക്ഷൻ എടുത്ത് വെച്ചൊന്ന് നോക്കി രേണു സമയം കിട്ടുമ്പം. കമൻസുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാതെ, ഇങ്ങനൊന്നും അല്ലായിരുന്നല്ല പറഞ്ഞത്. കമൻസ് എനിക്ക് പൂമാലയാണ്, ഞാൻ ഇവന്മാരെ ഒന്നും മൈൻഡ് ചെയ്യത്തില്ല, എന്നിട്ട് എല്ലാം കുത്തിയിരുന്ന് വായിക്കുവാണ്, പൂര തെറിവിളികളാണെന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് സമയം കിട്ടുമ്പം രേണുവിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചെയ്യുന്ന വീഡിയോസ് ചെയ്യുന്ന കുറച്ച് സ്ത്രീകളുണ്ടല്ലോ, അവരുടെയൊക്കെ വീഡിയോസ് ഒന്ന് എടുത്ത് വെച്ച് കാണാം. ഞാനിപ്പോൾ ജസ്റ്റ് ഈ വീഡിയോ കാണിച്ചത് ഞാൻ പുള്ളിക്കാരെ കുറ്റപ്പെടുത്തുന്നതല്ല. എല്ലാവർക്കും കൂടെയുള്ള ഒരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് അവരിങ്ങനെ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇത് രേണു ഓക്കെ, അതിനുള്ളൊരു മറുപടി ഞാൻ തരാം. ഇവിടെ ഒരു മനുഷ്യർക്കും രേണു ഏത് ഡ്രസ്സ് ധരിക്കുന്നോ എടുക്കുന്നോ അതിനകത്തൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷേ രേണു കാട്ടിക്കൂട്ടുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് വിവാദങ്ങൾ സ്വന്തമായിട്ടുണ്ടാക്കുക, ദാനം കൊടുത്ത മറ്റേ വീടിനെ തെറി പറയുക, അങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികൾ രേണു തന്നെ നമ്മുടെ സമൂഹത്തിൽ കാണിച്ചു വെച്ചിട്ടുണ്ട്. അതായത് സോഷ്യൽ മീഡിയയിൽ കുറച്ച് കോപ്രായങ്ങൾ അതിനെയൊക്കെ ചൊല്ലിയിട്ട് പുള്ളിക്കാരത്തിൽ തന്നെ കാട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. അതും പോരാഞ്ഞിട്ട് ഈ രേണുവിനെ ഒരുപാട് ആൾക്കാർ ഈ രേണുവിൻ്റെ ഭർത്താവ് മരിച്ചുപോയ സമയത്ത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അവരെല്ലാവരും എന്തിനാണ് ഹെൽപ്പ് ചെയ്തത്? ഇവരുടെ കഷ്ടപ്പാടും പ്രശ്നങ്ങളും ഒക്കെ കണ്ടിട്ടായിരുന്നു. അതിനുശേഷം രേണു എവിടെയോ പഠിക്കാൻ പോയി, പിന്നെ അതിനുശേഷം അത് ഡ്രോപ്പ് ചെയ്തു, പിന്നെ ഏതോ ജോലിക്ക് പോയി, പിന്നെ നാടകത്തിന് പോയി. അതെല്ലാം കഴിഞ്ഞിട്ടാണ് അവസാനം രേണു ഇവിടെ വന്ന് എത്തിയിരിക്കുന്നത്. രേണു എന്തുകൊണ്ടാണ് ആദ്യകാലത്തെ ഇങ്ങനെയുള്ള സംഭവത്തിനൊന്നും പിന്നെ പോയില്ല? എന്തുകൊണ്ട് പോയില്ല? അതാ ഞാൻ പറഞ്ഞത്. പണ്ട് ലക്ഷ്മി നക്ഷത്ര ഇവരെ വെച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് രേണുവിനെ പറ്റിയിട്ടൊക്കെ നമുക്കൊക്കെ ഒരു ഇമേജ് ഉണ്ട്. പാവം, അവരൊരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് കിച്ചുവിനെ പറ്റിയിട്ട്. അപ്പം ആ ഒരു ഇമേജ് ടോട്ടലി മാറുവാണ്, മനസ്സിലായില്ലേ? അത് പോരാത്തിന് ഈ ഒരു സ്ത്രീയുടെ അഹങ്കാരം, സംസാരം, ഇവരുടെ പ്രവൃത്തികൾ, ഇതൊക്കെ കാണുമ്പോഴാണ് സ്വാഭാവികമായിട്ടും ആർക്കായാലും ഇറിറ്റേഷൻസ് ഉണ്ടാകുന്നത്. അല്ലാതെ വേറെ ആൾക്കാരെല്ലാവരും ഇത് ചെയ്യുന്നത് രേണു മാത്രം ചെയ്യുമ്പോൾ പ്രശ്നം അങ്ങനെയല്ല. രേണു ഇത് പണ്ട് തൊട്ടേ രേണുവിന് ഇങ്ങനെയുള്ളൊരു ഇമേജ് ആയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ പറയുന്ന അത് ന്യായമുണ്ട്. അപ്പം രേണുവിനെ വിമർശിക്കാനുള്ള കാരണം രേണു തന്നെയാണ്, അല്ല വേറെ ഒന്നുമല്ല. സപ്പോർട്ട് കൊടുക്കുന്നതല്ല, സോ അവരെ കുറ്റപ്പെടുത്തുന്നവരെ വിമർശിക്കുന്നതുമല്ല. ഇത് രണ്ടും തമ്മിൽ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അഭിപ്രായം പറയണമെന്ന് തോന്നി. സോ സോഷ്യൽ മീഡിയ പോലെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ഉള്ളപ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കാമെന്ന് കരുതി അതാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം. അവരെപ്പോഴാണ് നിങ്ങൾക്ക് മോശപ്പെട്ട സ്ത്രീ ആയത്, അല്ലെങ്കിൽ അവരെപ്പോഴാണ് നിങ്ങൾക്ക് നല്ല സ്ത്രീ ആയിരുന്നത്? നിങ്ങളാണ് ചിത്രീകരിച്ചത്. അവരായിട്ട് തന്നെയാണ് ആ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുത്തത്. ഇവിടെ വേറെ ആരുമല്ല. അവർ ഈ പറയുന്ന ആൽബം ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുവാ കിടന്ന് കാണിക്കുന്നത്? റീച്ചിന് വേണ്ടി കുറേ മീഡിയക്കാരെയൊക്കെ ചുറ്റിനും പിടിച്ചുകൊണ്ട് നിർത്തിയിട്ട് ദാസൻ കോഴിക്കോട് എന്ന് പറയുന്ന ഒരുത്തിനെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു, എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. അതായത് നെഗറ്റിവിറ്റിയിലൂടെ നമ്മൾ ഫേമസ് ആകാൻ വേണ്ടി ശ്രമിക്കുക. ആ പ്രവൃത്തികളൊക്കെ കാണിക്കുന്നത് ശരിയാണോ? അപ്പോൾ അതിനെയാണ് നമ്മൾ രേണുവിനെ വിമർശിച്ചത്. ആദ്യ സമയങ്ങളിൽ രേണു ഒരു റീലുമായിട്ട് വന്ന സമയത്ത് എല്ലാ ആൾക്കാരും സപ്പോർട്ടാണ് ചെയ്തത്. അതിനെന്താ, അവർ ജീവിക്കട്ടെ, നല്ല പ്രവൃത്തിയാണെന്നേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടി വന്ന സമയത്താണ് എല്ലാവരും രേണുവിനെ അഗെയിൻസ്റ്റ് സംസാരിക്കാൻ തുടങ്ങിയത്. എല്ലാവരും ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു രേണുസുതിയുണ്ട്. അത് അങ്ങനെയല്ല. അവർ കളത്തിലിറങ്ങി അവർ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിൽ അവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് അതൊക്കെ അവർ ചെയ്തു, എല്ലാം വിജയിച്ചു. അവർ കയറിക്കൊണ്ടിരിക്കും. ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തതല്ല, അവരായിട്ട് സമൂഹത്തിൻ്റെ മുന്നിൽ ക്രിയേറ്റ് ചെയ്തൊരു ഇമേജിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ആ സ്ത്രീയല്ലേ അങ്ങൊരു ഇമേജ് ഉണ്ടാക്കിയെടുത്തത്. ഞാൻ കഷ്ടപ്പെടുവാണ്, അതാണ് ഞാൻ വിധവളെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത് അങ്ങോട്ട് കെട്ടിയെടുക്കുന്ന ബിഗ് ബോസിലോട്ട് എന്നൊക്കെ ഈ ഒരു സ്ത്രീയല്ലേ ഇത് ഇങ്ങനൊരു സംഭവം ബിൽഡ് ചെയ്തത്. അല്ലാതെ ഞങ്ങളാരും ക്രിയേറ്റ് ചെയ്ത ഇമേജ് അല്ലത്. അത് കാണുമ്പോൾ അയ്യോ കരഞ്ഞിട്ടുന്ന പാവം രേണു അല്ലല്ലോ ഇത്, ഇവിടെ എന്താ ഇങ്ങനെ മോശം രീതിയിൽ വസ്ത്രം ധരിക്കുന്നു, ഇങ്ങനെയല്ല ഞങ്ങൾ വിചാരിച്ചത് എന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിചാരിച്ചു വെച്ച ചിന്തകൾ തെറ്റാണെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ അതിന് അവരെ കുറ്റപ്പെടുത്തിയൊരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ പറഞ്ഞിട്ടല്ലല്ലോ നിങ്ങൾ അങ്ങനെ ചിന്തിച്ച്. അപ്പം നിങ്ങൾ സ്വയം ചിന്തിച്ച് വെച്ച ഒരു കാര്യം അതങ്ങനെയല്ല എന്ന് നിങ്ങൾ പിന്നീട് തിരിച്ചറിയുമ്പോൾ അതിൻ്റെ പുറകെ പോയി അവരെ വിമർശിച്ചിട്ട് കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. എനിക്ക് തോന്നുന്നത് നിങ്ങൾ അവരെ പോകാതിരിക്കുന്നതായിരിക്കും ബെറ്റർ എന്നാണ്. അവർ ജീവിക്കട്ടെ നിങ്ങൾ. കാരണം ഞാൻ ഇപ്പോൾ എത്തി നിൽക്കുന്ന ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് തൊട്ടേ ആ ഒരു സ്ത്രീ ഇങ്ങനെയുള്ളൊരു സ്വഭാവക്കാരിയായിരുന്നു.
അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് അവരെ ആദ്യകാലങ്ങളിലെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയത്? നിങ്ങളായിട്ട് തന്നെയാണ് അങ്ങ് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ ആയിരിക്കും മേ ബി പുള്ളിക്കാരത്തി ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇതിനൊന്നും എനിക്ക് മറുപടിയൊന്നുമില്ല. സാമാന്യ ബോധമുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യരും ഈ പറയുന്ന സ്ത്രീയെ സപ്പോർട്ട് ചെയ്യത്തില്ല. അതെന്താണ് കാരണമെന്ന് നിങ്ങളുടെയൊക്കെ ഉള്ളിൽ കാണും. പലർക്കും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ട് കാണും. എന്ത് കാരണത്തിലാണ് ഇവരെ ഈ ഒരു സ്ത്രീയെ വെറുക്കുന്നതെന്ന്. ഇപ്പോഴും അവർ കണ്ടില്ലേ, ധിക്കരിച്ചുകൊണ്ട് പറയുകയാണ് ഞാൻ എക്സ്ക്ലൂസീവ് ഇടും, ഞാൻ ഇപ്പോൾ ഇടും. എന്തോ ഇടട്ടെ, ഞങ്ങളെന്താ വേണം? എക്സ്പോസ് ചെയ്തിട്ടുള്ള വീഡിയോസും ഫോട്ടോസും ഇടുമെന്നും പറഞ്ഞാണ് വെല്ലുവിളിക്കുന്നത്. അതെന്തിനാ ഞങ്ങളെ വെല്ലുവിളിക്കുന്നത്? ഇവിടെ സ്വന്തം ശരീരം നിങ്ങൾ ആരെയോ കാണിച്ചോ? അതിന് നിങ്ങൾ ഞങ്ങളെ വെല്ലുവിളിച്ചിട്ട് ഒരു കാര്യവുമില്ല. ചെയ്യുന്ന പ്രവൃത്തി തെറ്റാന്നാണ് പറഞ്ഞത്. പിന്നെ ഈ ഇൻസ്റ്റാഗ്രാമിന് കുറച്ച് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അണ്ടറിൽ ചെയ്തില്ലെങ്കിൽ ആ സാധനം കൂടെ അങ്ങ് പോകും. അപ്പം പിന്നെ അതിനൊരു തീരുമാനമായി മാറും. പിന്നെ ഈ ദുബായ് ബാറിൽ കിടന്നിട്ട് ഈ പ്രൊമോട്ട് ചെയ്യുന്ന കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതായത് ഈ ഡാൻസ് കളിയും ഈ വെള്ളോടി പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, അത് ദുബായിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസിനെ പറ്റി വിവരമുള്ള ആൾക്കാർക്ക് അറിയാം. ദുബായിൽ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒഫെൻസീവാണ്. അപ്പോൾ ഓരോ പ്രവൃത്തികൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നോക്കിയും കണ്ടും ചെയ്താൽ വളരെ നന്നായിരിക്കും. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.